രാഹുൽ ഗാന്ധിയുടെ ശക്തമായ ഒരു തിരിച്ചുവരവാണ് നമ്മൾ ഇന്നലെ കണ്ടത്. രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദി എന്നൊരു ഇക്വേഷൻ ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം അത് വീണ്ടും താഴെ പോയി. എന്നാൽ ഇന്നലെ അതിശക്തമായി നമ്മുടെ രാജ്യത്തെ യുവത്വത്തിനു വേണ്ടി തല്ലുകൊള്ളുകയും മൂക്കിൽ നിന്ന് ചോരയൊലിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധി അക്ഷരാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ക്യാപ്ചേർഡ് ദി ഇമാജിനേഷൻ എന്നൊക്കെ പറയും, നമ്മുടെ രാജ്യത്തിന്റെ ഭാവനകളെ തീർച്ചയായും സ്വന്തമാക്കി. മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളടക്കം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയും രാഹുൽ ഗാന്ധിയുടെ ഒരു പുതിയ അവതാരമാണിത് എന്ന തിരിച്ചറിവിലേക്ക് എത്തുകയും ചെയ്തു. രാഹുൽ ഗാന്ധി, കോൺഗ്രസ് എംപിമാർ ശ്രീമതി പ്രിയങ്ക ഗാന്ധി, ശ്രീ KC വേണുഗോപാൽ അടക്കം അതിശക്തമായി പോലീസിനെ നേരിടുകയും പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ അതിസുരക്ഷാ മേഖലയാണ്, അവിടെ അതിശക്തമായി എത്തുകയും ഒരു പ്രക്ഷോഭം നയിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ഇന്നലെ യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഇന്നലെ ചർച്ചയ്ക്കിരിക്കുകയായിരുന്നു ഹാഷ്മിയുടെ. അപ്പോൾ ആ ചർച്ചകളൊക്കെ മാറ്റിവെച്ച് ദേശീയ മാധ്യമങ്ങളും നമ്മുടെ മാധ്യമങ്ങളും ഈ വാർത്ത വലിയ പ്രാധാന്യത്തോട് കൊടുത്തു. ഇത് നമ്മുടെ അംബാനിയുടെ NDTV അടക്കം കൊടുത്ത പ്രധാന വാർത്തകളാണ്. രാഹുൽ ഗാന്ധിയെ വലിച്ചഴച്ചുകൊണ്ടാണ് പോയത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, ഷാഡോ പ്രൈം മിനിസ്റ്ററാണ്. ആദ്യമായിട്ടായിരിക്കും രാഹുൽ ഗാന്ധിയെ ഇത്തരമൊരു അവതാരത്തിൽ നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ മുഖം മുറിഞ്ഞു, മൂക്കിന് മുറിവേറ്റു എന്നൊക്കെ പറയുന്നു. രാജ്യത്തിന്റെ യുവാക്കൾ തെരുവിലാണ്. അവർക്ക് അതിശക്തമായി മൊമെന്റം കൊടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിന് കഴിഞ്ഞു എന്ന വിഷയം സത്യമാണ്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി, ഡീറ്റെയിൻ ചെയ്തു. അക്ഷരാർത്ഥത്തിൽ പ്രക്ഷുബ്ധമായ രംഗങ്ങളാണ് രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹി ഇന്നലെ കണ്ടത്. പലപ്പോഴും കോൺഗ്രസിന് അനുകൂലമായി നിൽക്കാത്ത ദേശീയ മാധ്യമങ്ങൾ പോലും ഈ രംഗങ്ങളിൽ പകച്ചു പോവുകയും വലിയ രീതിയിൽ അതിന് കവറേജ് കൊടുക്കുകയും ചെയ്തു. അതിന്റെ കാരണം രാജ്യത്തെ യുവാക്കൾ തെരുവിലാണ്. 12 പേരോളം ആത്മഹത്യ ചെയ്യുകയുണ്ടായി നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടിൽ. അതായത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ച, കരിയർ തെറ്റിച്ച, അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാനാണ്. അതൊരു ലീഗൽ മോറൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുന്ന കാര്യമാണ്, അല്ലാതെ ഇയാൾ ചെന്ന് മറ്റേ പേപ്പർ ലീക്ക് ചെയ്തു എന്നുള്ളതല്ല. അപ്പോൾ ഇത് നരേന്ദ്രമോദിജി പോലും, പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇതിനെ ഘോരമായ പാപം എന്നാണ് യഥാർത്ഥത്തിൽ വിളിച്ചത്. അദ്ദേഹം MP-മാർക്ക് ഇങ്ങനെ അല്ല കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞതായി പറയപ്പെടും. പക്ഷേ ഇക്വേഷൻ ആര് എവിടെ എന്ത് ചെയ്യുമ്പോഴും അതിന് പ്രധാനമന്ത്രി തന്നെയായിരിക്കും, അതായത് BJP-യുടെയോ കേന്ദ്ര സർക്കാരിന്റെയോ ഭാഗത്തു നിന്ന് ചെയ്യുമ്പോൾ അതിൽ പ്രധാനമന്ത്രി തന്നെയായിരിക്കും ഉത്തരവാദി എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും ഷാഡോ പ്രൈം മിനിസ്റ്ററും ആ അർത്ഥത്തിൽ മുഖത്തു നിന്ന് രക്തം പിടിച്ചു നിൽക്കുന്ന ആ രംഗം യുവ പ്രക്ഷോഭങ്ങൾക്ക് വലിയ ഊർജമാണ് നൽകിയത്. തങ്ങളുടെ മുതിർന്നവരും തങ്ങളെ കെയർ ചെയ്യാനുണ്ട് എന്ന തിരിച്ചറിവാണ് അവർ നൽകിയത്. അതിശക്തമായ രീതിയിൽ ആ പ്രക്ഷോഭങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും രാഹുൽ ഗാന്ധിയുടെ പ്രസ് മീറ്റ് അടക്കമുള്ള സാധനങ്ങൾ ഇനിയും വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകുമെന്ന് അറിയില്ല. പക്ഷേ വലിയ രീതിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതും ആഭാസകരമായി തന്നെ അടിച്ചമർത്തുന്നത്, അതിനെക്കുറിച്ച് ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. കാര്യം വളരെ മ്ലേച്ഛകരമായി പെൺകുട്ടികളെ എല്ലാം അടിക്കുകയും മറ്റും ചെയ്യുന്ന ആ പ്രക്ഷോഭം, പോലീസുകാരുടെ അതിക്രമങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും പുതുജീവൻ വെച്ച് രാഹുൽ ഗാന്ധി സടകുടഞ്ഞ് എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷവും രാജ്യത്തെ യുവജന പ്രസ്ഥാനങ്ങളിലും എല്ലാം ആ ആവേശത്തിൽ മുമ്പോട്ട് പോയി എന്ന കാര്യം സത്യമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ കണ്ടറിയണം. വരും ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം എങ്ങനെ മാറും എന്ന് കണ്ടറിയണം. വലിയൊരു മൊമെന്റം CJP-യും കോൺഗ്രസും ഇന്ത്യൻ പ്രതിപക്ഷവും ഇപ്പോൾ ആർജിച്ചിട്ടുണ്ട്. അത് ജനാധിപത്യത്തിന് നല്ലതാണ്.